ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും SFIയും തമ്മിലുള്ള പരസ്യപ്പോര് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്ന് ഗവർണർ അഭിസംബോധന ചെയ്തതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ഗവർണറുടെ ആ പ്രസ്താവനയ്ക്കെതിരെ ഫേസ്ബുക്ക് വഴി രൂക്ഷ വിമർശനവുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ഗവർണർ ബ്ലഡി കണ്ണൂർ എന്ന് പരാമർശം നടത്തിയതിനെതിരെയാണ് ഇവർ ഫേസ്ബുക്കിലൂടെ വിമർശനം നടത്തിയത്. ബ്ലഡി കണ്ണൂർ മിസ്റ്റർ ആരിഫ് ഖാൻ, ഈ പരാമർശത്തിന് അങ്ങ് വലിയ വില നൽകേണ്ടി വരും. അധികം വൈകാതെ കുതിരവട്ടത്തേക്ക് ഒരു മുറി അങ്ങേക്ക് ആവശ്യമായി വരും, ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. ഗവർണർക്കെതിരെ SFIക്ക് പിന്നാലെ DYFIയും രംഗത്തെത്തിയിട്ടുണ്ട്. സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യമുയർത്തി ഇന്ന് സംസ്ഥാനത്തെ 2000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ യോഗം നടക്കുന്നുണ്ട്. മാത്രമല്ല, പലയിടത്തും പ്രതിഷേധ ബാനർ ഉയർത്തുമെന്നും DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അറിയിപ്പിലുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകരുന്നുവെന്ന ഗവർണറുടെ ഭീഷണി കേരളത്തിൽ വിലപ്പോകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. RSSന്റെ പരീക്ഷണശാലയായി അവരാദ്യം മുതൽ കണ്ടിരുന്നത് കണ്ണൂരിനെയായിരുന്നു. അവരുടെ തുടക്കകാലം മുതൽ ഇതിനായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് തലശ്ശേരി. എന്നാൽ ജനങ്ങൾക്കിടയിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നില്ല. തലശ്ശേരിയിൽ ഒരു പരീക്ഷണം നടത്താൻ അവർ തീരുമാനിച്ചു. വർഗീയ കലാപത്തിനുള്ള ഒരുക്കങ്ങൾ കൂട്ടി. വർഗീയ കലാപം സംഘടിപ്പിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച് നല്ല ധാരണ RSSനുണ്ട് എന്നായിരുന്നു ഗവർണറുടെ ബ്ലഡി കണ്ണൂർ പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. കണ്ണൂരിൽ സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ചു വീണവരുടെ രക്തത്തെയാണോ ഗവർണർ ബ്ലഡി എന്ന് വിളിച്ചതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. പാവങ്ങളുടെ പടത്തലവൻ AKG ജനിച്ച നാട് എന്നതുകൊണ്ടാണോ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ചതെന്നും ഗവർണറെ ഈ നിലയ്ക്ക് വിടുന്നത് നല്ലതല്ലെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ നവകേരള സദസ്സിൽ പറഞ്ഞു. കണ്ണൂരിലെ ചരിത്ര സംഭവങ്ങൾ എടുത്തു പറഞ്ഞാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് മറുപടി നൽകിയത്. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI ബാനർ ഉയർത്തിയതിനെ ശക്തമായി അപലപിച്ചുകൊണ്ടും മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചും രാജ്ഭവൻ വാർത്താക്കുറിപ്പിറക്കിയിരുന്നു. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ബാനറുകൾ നീക്കാത്തതിൽ ഗവർണർ പോലീസിനോട് കയർത്തിരുന്നു. തുടർന്ന് ബാനറുകൾ പോലീസ് നീക്കം ചെയ്യുകയായിരുന്നു. ഈ 2 സംഭവങ്ങൾക്കും പിന്നാലെയാണ് ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. കറുത്ത ബാനറിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നായിരുന്നു ഗവർണർ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ SFI ബാനർ കെട്ടില്ല. സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനം തകരുന്നതിന്റെ തുടക്കമെന്നും ഭരണഘടനാ സംവിധാനം തകർക്കാൻ മുഖ്യമന്ത്രി ബോധപൂർവം ശ്രമിക്കുകയാണെന്നും ഗവർണർ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. കണ്ണൂരിന്റെ ചരിത്രം ഗവർണർക്കറിയില്ലെന്നും കണ്ണൂരിനെതിരായി കാലുകുത്തിയാൽ ആ കാല് കാണില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. ഇതിനു മറുപടിയെന്നോണമായിരുന്നു കണ്ണൂരിലെ അക്രമ സംഭവങ്ങളെ എണ്ണി പറഞ്ഞ് ഗവർണർ CPMന്റെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞത്. മുഖ്യമന്ത്രി വാടകയ്ക്കെടുത്ത ക്രിമിനലുകളാണ് തനിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ബ്ലഡി കണ്ണൂർ പരാമർശത്തിൽ ഗവർണറെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തിയിരുന്നു. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നു പറയാൻ ഞങ്ങൾക്കറിയാത്തതല്ലെന്നും ഗവർണറുടെ പദവിയെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് അത് പറയാത്തതെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചു. മുഖ്യമന്ത്രി വരുന്ന ജില്ലയെക്കുറിച്ചും അദ്ദേഹം ആക്ഷേപം നടത്തിയില്ലേ? ഐ നോ ദി ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് കണ്ണൂരിന്റെ ചരിത്രം? കണ്ണൂരിന്റെ ചരിത്രം അത്ര മോശമാണോ? കോളനി വിരുദ്ധ പോരാട്ടം നടത്തി ഒട്ടനവധി പേർ രക്തസാക്ഷിയായ മണ്ണാണ് കണ്ണൂർ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായകമായ പങ്കുവഹിച്ച മണ്ണാണ് കണ്ണൂർ. എത്രയെത്ര പോരാട്ടങ്ങൾ കണ്ണൂരിൽ നടന്നു. എന്നാൽ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണ് കണ്ണൂരിനോടും കേരളത്തിനോടും ഇത്ര വിദ്വേഷം എന്നും ഗതാഗത വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിച്ചു.